അതിന് 45 റുപ്യ പോയിന്. പോത്തുകളിപ്പോ വലിയ വിലയാണ്. ഇതാ ഈ ഐറ്റമൊക്കെ അത് 47, അത് 40, 38 റുപ്യ. പിന്നെ കാളൻ്റെ അടുത്തേക്കല്ലേ ഉഗ്രം കാളയാണ്. നിങ്ങളെ കൊണ്ടുപോകണവനക്ക് ഇറച്ചിയിലുണ്ടാന്ന് നോക്കി 45 കഴിച്ചത്. ഇത് 38 റുപ്യ ചോദിക്കണത്. ഇത് 38 റുപ്യ ചോദിക്കണത്. ഇത് 55 ചോദിക്കണത്. ഇത് 50 റുപ്യ ചോദിക്കണത്. ഇത് 45 റുപ്യ ചോദിക്കണത്. അവിടെ 2 ഉണ്ടാവും 30 റുപ്യ ചോദിക്കണത്. ഈ പോത്തുകൾ വരാണ്ട് ഇത് 45 ചോദിക്കണത്. അത് 30 റുപ്യ ചോദിക്കണത്. അവിടെ അങ്ങേപ്പുറത്തുണ്ടോന്ന് ആ വണ്ടീൻ്റെ അങ്ങിയിൽ. ഇനി വരാനുള്ള വല്യാന്നുണ്ട്, വരാണ്ട്. അത് വൈലത്തൂർ എത്തിയിട്ടുള്ളൂ. നല്ല വളർത്തു പോത്തുകൾ. ഇതും അത് എടുക്കുന്നവർക്ക് 30, 32, 30 തരും. നല്ല പോത്തുംകുട്ടിയാണ്. പിന്നെ ഇനി വരാണ്ട് വലിയൊന്നും ചെറിയൊന്നും പൊടികളും ഒക്കെ വരാണ്ട്. അതിന് ഇപ്പോൾ എനിക്ക് ഇവിടെ നേരമില്ല. ഉസ്മാനെ നമ്മളിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഉസ്മാനെ ഉണ്ട്. ഞാനും ഉസ്മാനും കൂടി ഇപ്പോൾ കൊണ്ടുവരികയാണ്. മറ്റേ കന്ന് ഇവിടെ എത്തിയിട്ടില്ല. ഞങ്ങളെ ചെറിയ വണ്ടിക്ക് കൊടുത്താണ് ഇപ്പോൾ ഇവിടെ 6 7. പിന്നെ ചെറിയ പൈക്കുട്ടി ഉണ്ട് അവിടെ അങ്ങേപ്പുറത്ത്. അതാക്കും ആ റമ്പിൻ്റെ അടുത്ത് കാണുന്നുണ്ടോ? അത് 15 റുപ്യ ചോദിക്കണത്. മട്ടത്തിന് കിട്ടിയാൽ കൊടുക്കും. നല്ല പൈക്കുട്ടിയാ. ഇപ്പൊ ചന്ത കഴിഞ്ഞാണ്ട് വാണിയംകുളം ചന്ത കഴിഞ്ഞാണ്ട് ഇപ്പൊ വരികയാണ്. വന്ന് കന്ന് ഇറക്കിയാണ്ടിരിക്കുക. പിന്നെ എൻ്റെ മുതലാളി ദാസ് എതിർക്കാക്ക മുതലാളി ക്ഷീണിച്ചിക്കണേ. തമിഴ്നാട് കാണാം. 45,000 റുപ്യ വെച്ച് മട്ടത്തിന് കൊടുക്കും. മട്ടത്തിന് കൊടുക്കുന്ന പറഞ്ഞാൽ വന്നാലേ നമുക്ക് പാകത്തിന് കൊടുക്കാം. കന്ന് ഭയങ്കര വിലയാണ്. കന്ന് വിലയായിട്ട് കൊള്ളാൻ കഴിയണില്ല. അതാണ് ഇതിൻ്റെ വാസ്തവം. ഏത് ചന്തയിൽ പോയിട്ട് ഇത് കിട്ടണില്ല. ഞങ്ങൾ വാങ്ങിച്ചതിൻ്റെ പോത്തുകളാണ്. കാളകൾ കുറവാണ്. പോത്തേക്ക് നല്ല വിലയാണ്. പിന്നെ ഇപ്പം ചന്തയിൽ മൊത്തത്തിൽ എല്ലാത്തിലും വില തന്നെയാണ്. അതൊന്നും രോമക്കുത്തിന് കേടില്ലാത്ത പോത്തളാ. ഇനി വെള്ളം കൊടുക്കും. ഇനി നല്ല തവിടിട്ടിട്ട് വെള്ളം കാട്ടിയിട്ടേ അവരെ കിട്ടുള്ളൂ. ഇപ്പോൾ വന്ന ക്ഷീണത്തിൽ കുറച്ചു നേരം എന്ത് ചെയ്യും, ഇവിടെ കെട്ടും. അത് 15 റുപ്യ ചോദിക്കണത്. മട്ടത്തിന് കിട്ടിയാൽ കൊടുക്കും. നല്ല വൈകുട്ടിയാ. അഞ്ഞൊരു മാസം ഫുള്ള് കന്നുണ്ടോ? ഏത് സമയത്തും കന്നുണ്ടോ?